നമസ്കാരം, ഞാൻ ശക്തി. സജ്ജനങ്ങളുമായിട്ട് നമ്മളും ചർച്ച വിഷയം അശ്വതി നക്ഷത്ര ജാതകരുടെ ഏകദേശം 81 വയസ്സ് മുതൽ 100 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ അവർക്ക് അനുഭവത്തിൽ വരാനിടയുള്ള ദശാകാലം, ശനി ദശാകാലത്തെക്കുറിച്ചുള്ള വിവരണമാണ്. 81 വയസ്സ് മുതൽ 100 വയസ്സ് വരെ ഉള്ളൊരു കാലഘട്ടത്തിൽ അശ്വതി നക്ഷത്രക്കാർക്ക് മൈത്രി നക്ഷത്രാധിപദശ എന്ന നിലയിലാണ് ശനിദശ അനുഭവത്തിൽ വരിക. ശനിദശയുടെ പൊതുഫലങ്ങൾ പറയുന്നതിന് മുമ്പ് ശനിദശയുടെ ഫലങ്ങൾ എങ്ങനെയായിരിക്കും ഈ ഒരു കാലഘട്ടത്തിൽ അനുഭവത്തിൽ വരിക എന്ന് ചോദിച്ചാൽ, ഏതൊരു വ്യക്തിയുടെയും ജാതകപ്രകാരം ശനി അല്ലെങ്കിൽ ശനീശ്വരൻ്റെ സ്ഥിതി അനുകൂലമോ പ്രതികൂലമോ, ശുഭനോ അശുഭനോ എന്നതിനെ ആശ്രയിച്ചായിരിക്കും ശനി ദശാകാലത്തിൻ്റെ ഫലങ്ങൾ ഇവരിൽ സാധാരണഗതിയിൽ അനുഭവപ്പെടാനിടയുള്ളൂ. നമ്മളിപ്പോൾ അശ്വതി നക്ഷത്രത്തിൻ്റെ ജനനം മുതൽ ഏകദേശം 100 വയസ്സ് വരെയുള്ള ദശാകാല വിവരങ്ങളാണ് 7-8 വീഡിയോ ആയിട്ട് പറഞ്ഞ് കൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ 100 വയസ്സിലേക്ക് എത്തി നിൽക്കുന്നൊരു വീഡിയോ ആണ് ഇവിടെ പറയുന്നത്. ശനി ദശാകാലം എന്ന് പറയുന്നത് ശുഭനായിട്ടുള്ള ശനിയാണെങ്കിൽ നഗരങ്ങളുടെയോ ഗ്രാമങ്ങളുടെയോ അടക്കമുള്ള അധികാരം ലഭിക്കുവാനിടയുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള അധികാര ലഭ്യതയ്ക്ക് സാധ്യതയുള്ളൊരു കാലഘട്ടമാണ് ശനി ദശാകാലം. ശുഭനായിട്ടുള്ള ശനി. അതോടൊപ്പം തന്നെ പാരമ്പര്യമായിട്ട് ലഭിക്കേണ്ടുന്ന സ്വത്തുവകകൾ വിറ്റ് ക്രയവിക്രയം ചെയ്യുന്നതിലൂടെ ലഭിക്കുന്ന ധനം ഈ കാലഘട്ടത്തിൽ കൈവശം വരാനിടയും. അതോടൊപ്പം തന്നെ തന്നിൽ ജാതകൻ്റെ വയസ്സിനേക്കാൾ കൂടുതൽ വയസ്സുള്ള വ്യക്തികളുമായിട്ട് വീഴ്ചയോ സംഗമമോ ഉണ്ടാവാം. മരുഭൂമി പോലുള്ള പ്രദേശങ്ങളിലേക്ക് യാത്ര നടത്താനിടവരും. ചെമ്മരിയാട് പോലെയുള്ള ജീവികളുടെ രോമത്താൽ നിർമ്മിതമായിട്ടുള്ള വസ്ത്രങ്ങൾ, പ്രത്യേകിച്ച് കമ്പിളി വസ്ത്രങ്ങൾ ഉപയോഗിക്കുവാനിടവരും. അതോടൊപ്പം തന്നെ വളരെയേറെ പ്രാമാണികത്വം ലഭിക്കുവാനുമിടയും. ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അലട്ടിക്കൊണ്ടേയിരിക്കും. പ്രത്യേകിച്ച് കാൽമുട്ടിന് താഴേക്കുള്ള രോഗദുരിതങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഒടിവ്, ചതവ്, നീറിവീഴ്ച മുതൽ ഹൃദയ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ വരെ വരാം. ശസ്ത്രക്രിയയൊക്കെ ശനിദശാകാലത്ത് സാധാരണഗതിയിൽ വന്ന് ഭവിക്കാം. അതോടൊപ്പം തന്നെ ഉത്തമ സ്ത്രീകളുടെ ലാഭം അല്ലെങ്കിൽ ഉത്തമ ജനങ്ങളുമായിട്ടുള്ളൊരു ബന്ധത്തിലൂടെയുള്ള ലാഭം, തീർത്ഥാടന വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ ഒന്നിലധികം ഭവനങ്ങളുടെ ലാഭം, ഒന്നിലധികം വാഹനങ്ങളുടെ ലാഭം, ഒന്നിലധികം പദവികളുടെയും അധികാര ശ്രേണികളുടെയും ആനുകൂല്യം ലഭിക്കുവാനുള്ള സാധ്യത, ഒട്ടകം പോലെയുള്ള മൃഗങ്ങളുടെ പുറത്ത് സഹവാരിയോ അതുമായിട്ടുള്ള സഹവാസമോ, അങ്ങനെ ഒരുപാട് നേട്ടങ്ങളും ഗുണഫലങ്ങളും ശനിദശാകാലത്തിൽ ശുഭനായിരിക്കുന്ന, ജാതകപ്രകാരം ശുഭനായിരിക്കുന്ന ശനിയുടെ ദശാകാലത്തിൽ ലഭിക്കാനിടയുണ്ട്. ഇനി ജാതകപ്രകാരം ശനി ശുഭനല്ലെങ്കിലും അശുഭനാണെങ്കിലും മരണസമാനമെന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള രോഗദുരിതങ്ങളിലൂടെ കടന്നു പോകും. കുറച്ചുകൂടെ മലയാളത്തിൽ പറഞ്ഞാൽ അയ്യോ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്, ICUവിലാണ്, രക്ഷപ്പെടുമെന്ന് സംശയമാണ് എന്നൊക്കെ പറയാനിടയുള്ള തരത്തിൽ രോഗദുരിതങ്ങളിലൂടെ കടന്നു പോകുവാനിടയുണ്ട്. ധനപരമായിട്ടുള്ള വിഷയങ്ങളെ ചൊല്ലി അല്ലെങ്കിൽ സ്വത്ത് സംബന്ധമായിട്ടുള്ള പാരമ്പര്യമായിട്ട് ലഭിക്കേണ്ടുന്ന സ്വത്ത് സംബന്ധമായിട്ടുള്ള വിഷയങ്ങളെ ചൊല്ലി പുത്രമിത്രാദികളുമായിട്ടുള്ളൊരു കലഹം പ്രതീക്ഷിക്കാവുന്നതാണ്. തന്മൂലം വീട് വിട്ടു താമസിക്കേണ്ടി വരികയോ അല്ലെങ്കിൽ പ്രവാസ ജീവിതത്തിലേക്ക് പോവുകയോ ചെയ്യാനിടയുണ്ട്. അതുപോലെ തന്നെ വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അപകടത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് കാലൊടിയുക, കാലിൻ്റെ ഇനിയിപ്പോൾ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ തന്നെ കാൽമുട്ടിന് താഴേക്ക് എന്തെങ്കിലും വേദനയും വിഷമവും പ്രശ്നങ്ങളും എപ്പോൾ നോക്കിയാലും ഏതെങ്കിലും തരത്തിലുള്ളൊരു മരുന്നുമായിട്ട് നിൽക്കേണ്ടി വരുന്ന അവസ്ഥ. അശുഭനായിട്ടുള്ള ശനിദശാകാലമാണ് കേട്ടോ. അതുപോലെ തന്നെ തന്നിൽ മൂത്ത, തൻ്റെ വയസ്സിനേക്കാൾ കൂടുതൽ പ്രായമുള്ള വ്യക്തികളുമായിട്ടുള്ള
വീഴ്ച സംഭവിക്കുക, അത് അപകീർത്തിക്ക് കാരണമാകും. നഗരനാഥന്മാരുടെയും അതായത് അധികാരി വർഗത്തിൻ്റെ അപ്രീതി ഉണ്ടാകും. നിയമ നടപടികളുമായിട്ട് ബന്ധപ്പെടേണ്ടി വരിക. എന്തൊക്കെ ചെയ്താൽ ഒരു മനസ്സമാധാനം ലഭിക്കാതെ, പ്രത്യേകിച്ച് ഈ മനസ്സമാധാനം ലഭിക്കാൻ വേണ്ടിയിട്ട് ഒരു സഞ്ചി കയ്യിലെടുത്ത് ഒരു കാവ്യ വസ്ത്രോട്ടനൊക്കെ തീർത്ഥാടനമൊക്കെ പോകുന്ന ചില ആളുകൾ, ചില സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് അത് ശുഭമല്ലാത്ത ശനിയുടെ അവസ്ഥയിലാണ്. അലഞ്ഞു തിരിയുക, അലച്ച് വർദ്ധിക്കുക. ഏത് കാര്യത്തിൽ ഇറങ്ങി തിരിച്ചാലും വിജയമുണ്ടോ എന്ന് ചോദിച്ചാൽ വിജയം വല്ലതും ഇല്ല, എന്നാൽ ദോഷമാണെന്ന് വെച്ചാൽ ദോഷവുമില്ല. ഇങ്ങനെ അലഞ്ഞുകൊണ്ടേ നടക്കുക, മനസ്സിന് സ്വസ്ഥയില്ല. ജനിച്ച് ഓർമ്മ വെച്ച കാലം തൊട്ട് ഈ ആയുസ് വരെ കഷ്ടപ്പെട്ടതിനെക്കുറിച്ചൊക്കെ ഒരു പുനരാലോചന നടത്തുക. ചിലരൊരു അനീതി ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു തോന്നൽ വരിക, ചിലതൊക്കെ വെട്ടിപ്പിടിക്കുന്നൊരു തോന്നൽ വരിക. ഇങ്ങനെയൊക്കെ സമ്പാദിച്ചിട്ട് ഒന്നും തനിക്ക് ഉപകരിക്കുന്നില്ല. മക്കൾ പോലും അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങൾ പോലും അറ്റുപോകുന്നു. ഇതൊക്കെ തൻ്റെ മുൻജന്മ പാപമായിരിക്കാം, തൻ്റെ ഈ ജന്മ പാപമായിരിക്കാം എന്നൊക്കെ പറയുന്ന ഒരു സ്വയം വിവേക ചിന്തനം ഉണ്ടാവുക എന്ന് പറയുന്ന അവസ്ഥയിലേക്കും ശനീശ്വരൻ കൊണ്ടുവന്ന് എത്തിക്കാനാണ്. ശുഭനായിട്ടുള്ള ശനിയുടെ അവസ്ഥയിൽ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വലിയ അധികാര പദവികൾ ലഭിക്കാം, ഒന്നിലധികം വീടുകളും വാഹനങ്ങളും ലഭ്യമാകുമെന്ന് പറയുന്നത് പോലെ തന്നെ ഒന്നിലധികം ബന്ധങ്ങളും കാണും. മാനസിക ഉല്ലാസമാണ് അവിടെ. ഒരു പുണ്യപാപ ചിന്തയൊന്നുമില്ല. അല്ലെങ്കിൽ പ്രായത്തിൻ്റെ ഇതായിട്ടുള്ളൊരു വിവേകം പൂർണ്ണമായിട്ടും പ്രദർശിപ്പിക്കപ്പെടാൻ പറ്റില്ല. അതിനുപരി ഒരുപാട് വർഷം പുറകിലേക്ക് പോയിട്ട് ഒരു യുവത്വത്തിൻ്റെ പ്രസരിപ്പോടുകൂടെ, ഒരു യുവത്വത്തിൻ്റെ മനോകാമനകളോടുകൂടെ പലതും നേടാനും സ്വന്തമാക്കാനുമൊക്കെ ഉള്ള ആഗ്രഹം വർദ്ധിക്കുകയും അതിന് വേണ്ടിയിട്ട് അത്ര നീതിയല്ലാത്ത കളികൾ കളിക്കുകയും ചെയ്യുക. നമ്മൾ വെടക്കാക്കി തനിക്കാക്കുക എന്നൊക്കെ പറയുന്ന പോലുള്ള ഒരു നിലപാടുമായിട്ട് മുന്നോട്ട് പോകുന്നൊരു രീതിയും ശനി ദശാകാലത്തിൽ ജാതകരുണ്ടാകാനിടയിൽ. അശുഭനായിട്ടുള്ള ശനിയുടെ ദശാകാലം എന്ന് പറയുന്നത് കേസ് വഴക്കുകളിലൂടെ തന്നെ കടന്ന് കുടുംബ വിരോധം, വിരഹം, പ്രവാസം, ബന്ധുജനങ്ങളുമായിട്ട് ശത്രുത, കയ്യാങ്കളി, അതുമൂലമുള്ള കോടതി വ്യവഹാരങ്ങൾ, വാഹനങ്ങൾ സംബന്ധിച്ചിട്ടുള്ള കേസുവഴക്കുകൾ, ഭൂമിയും വീടും സംബന്ധിച്ച കേസുവഴക്കുകൾ, പാരമ്പര്യ വസ്തുക്കളെ സംബന്ധിക്കുന്ന കേസുവഴക്കുകൾ, കുറച്ചുകൂടെ അധികാരി നമുക്ക് പടത്തിൽ പറഞ്ഞാൽ അടി പിടി ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളിലൂടെ, ആയുധം കൊണ്ടുള്ള മുറിവ്, കല്ലുകൊണ്ടുള്ള മുറിവ്, പാറക്കല്ല്, ഇവയൊക്കെ ഈ ശനിദശാകാലത്ത് പറയാം. കല്ലേറി പരിക്കേൽക്കുക ശനിദശാകാലത്ത് ഉണ്ടാകാനിടയുള്ളതാണ്. അതുപോലെ തന്നെ ഓടയിലോ കാണയിലോ തലയടിച്ച് വീഴുക, കരിങ്കല്ലിൽ തലയടിച്ച് വീഴുക, ഇവയൊക്കെ ശനിദശാകാലത്ത് പറയാവുന്ന ഫലങ്ങളാണ്. കോൺക്രീറ്റ് കെട്ടിടം സ്റ്റെപ്പൊക്കെ ഇറങ്ങുമ്പം തലയടിച്ച് വീഴുക, ഇത് കാല് മടങ്ങിപ്പോവുക, കുളിമുറിയിൽ അശുചി സ്ഥലങ്ങളിൽ കുളിമുറിയിലടക്കം കാൽ വഴുതി വീണ് മുട്ടിൻ്റെ അവിടെ ചിരട്ടയൊക്കെ പൊട്ടി പ്ലാസ്റ്ററൊക്കെ ഇട്ടിരിക്കുക, ഇതുമൊക്കെ ശനിദശാകാലത്ത് വരാനുള്ള അനുഭവങ്ങളാണ്. ഇപ്പോൾ ശനിദശാകാലം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ പലർക്കും തോന്നിയേക്കും, ശനിദശാകാലം അത്ര വലിയ ഗുണമൊന്നുമില്ലെന്ന്. അങ്ങനല്ല. ശനി ഏത് കാര്യത്തിൽ എങ്ങനെ നമ്മളെ ശിക്ഷിക്കുന്നുവെങ്കിലും പരീക്ഷിക്കുന്നുവെങ്കിലും അതിനൊരു കാരണം കാണും. ഒരു കാരണമില്ലാതെ ശനീശ്വരൻ ഒരിക്കലും ഒരു മനുഷ്യരെ എന്നല്ല ഒരു പുൽച്ചെടിയെയും ഉപദ്രവിക്കുന്നു. മനഃപൂർവ്വം ഇന്നയാളെ ഉപദ്രവിക്കണമെന്ന് പറഞ്ഞല്ല അദ്ദേഹം ദശനാഥനായിട്ട് ചാർജ് ചെയ്യുന്നത്. ജന്മജന്മാർജിതങ്ങളായിട്ടുള്ള പുണ്യപാപങ്ങളുടെ, നമ്മുടെ മാത്രമല്ല നമ്മൾക്ക് ശരീരം രൂപപ്പെടാൻ ഇടയാക്കിയ മാതാപിതാക്കളുടെയും ജന്മജന്മാർജിത കർമ്മഫലങ്ങളുടെ ഒരു ലിസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഉണ്ട്. ആ ലിസ്റ്റുമായിട്ടാണ് ദശനാഥനായിട്ട് വരുന്നതെന്നാണ് ജ്യോതിഷ മതം. അത്തരത്തിൽ വരുന്ന ശനീശ്വരൻ നമ്മളിലേക്ക് സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, അന്ന് കഴിഞ്ഞ ജന്മത്തിൽ അവൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു അങ്ങനെയൊക്കെ ആയിരുന്നു, ഈ ജന്മത്തിലെങ്കിലും അവൻ നന്നായിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടൊരു പരീക്ഷണം പോലെ നമ്മളുടെ കർമ്മങ്ങളെ നിരീക്ഷിക്കും. നമ്മളപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്ത് കർമ്മമാണ്, ഇപ്പോൾ എങ്ങനെ അവൻ്റെ നീതിമാനാണോ, ന്യായബോധമുള്ളവനാണോ, എല്ലാവരോടും തുല്യമായിട്ട് പെരുമാറുന്നവനാണോ, ആർക്കെങ്കിലും ദ്രോഹം ചെയ്യുന്നവനാണോ, പരദ്രോഹം എന്തോ, ഇങ്ങനെയൊക്കെ അദ്ദേഹം കർമ്മങ്ങളെ നിരീക്ഷിക്കും. അപ്പോൾ ഈ ഒരു പ്രായത്തിൽ നമുക്ക് എന്തെങ്കിലും നേടിയെടുക്കാൻ വേണ്ടി, നമ്മളുടെ സുഖഭോഗങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റാരുടെയെങ്കിലും കണ്ണീര് വീഴ്ത്തിക്കൊണ്ടുള്ള ഒരു വെട്ടിപ്പിടിക്കലാണ് നമ്മൾ നടത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷ അദ്ദേഹം പ്ലാൻ ചെയ്ത് വന്നതിൻ്റെ ഇരട്ട ശിക്ഷ തരും. കാരണം ഇനിയും നീ നന്നായില്ലേ എന്ന് ചോദിക്കുന്ന പോലൊരവസ്ഥയിൽ
പ്രത്യേകിച്ച് ഈ പറയുന്നൊരു കാലഘട്ടം, ഒരു പ്രായം എന്ന് പറയുന്നത് തന്നെ ശനി ദശാകാലം അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർക്ക് അനുഭവത്തിൽ വരാനിടയുള്ളതെന്ന് പറയുന്നത് തന്നെ 81 വയസ്സ് മുതൽ 100 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലാണ്. 81 വയസ്സ് വരെയൊക്കെ ജീവിച്ചിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ ചുരുക്കമാണ്. എങ്കിൽ പോലും 100 വയസ്സ് വരെയൊക്കെ ജീവിച്ചിരിക്കുന്ന ആളുകളെ ചുരുക്കമാണ്. എങ്കിൽ പോലും അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഈ 81 വയസ്സ് മുതൽ 100 വയസ്സ് വരെയുള്ള കാലഘട്ടം എന്ന് പറയുമ്പോൾ അവർ വളരെയേറെ സ്വാത്വികന്മാരായിട്ട്, വിവേകികളായിട്ട്, യാതൊരു വിധത്തിൽ ഒരു ജീവജാലങ്ങൾക്ക് ഒരു അഹിതം ചിന്തിക്കാതെ, ഒരു ദോഷം ചിന്തിക്കാതെ തന്നാൽ കഴിയുന്നത് കൊണ്ട് പക്ഷിമൃഗാദികൾക്കാണെങ്കിലും വൃക്ഷലതാദികൾക്കാണെങ്കിലും മനുഷ്യർക്കാണെങ്കിലും കഴിയുന്ന സഹായം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ആലോചിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നൊരു കാലഘട്ടമാണ്. അപ്പം ആ കാലഘട്ടത്തിൽ തൻ്റെ പ്രകൃതി പ്രായമെന്ന പരിധിയിൽ ഉൾപ്പെടുത്തി തന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ചില കർമ്മങ്ങൾ, ആ കർമ്മങ്ങൾ വിസ്മരിച്ചുകൊണ്ട് ഞാൻ ഈ അടുത്ത കാലത്തങ്ങ് മരിക്കത്തില്ല, ഇനി ഞാനിങ്ങനെ മൃത്യുഞ്ജയനായിട്ടങ്ങ് ജീവിച്ചു പോകുമെന്ന ധാരണ വെച്ചുകൊണ്ട് നമ്മൾ ആരുടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പിടിച്ചു പറിക്കുന്നുണ്ടെങ്കിൽ, ആരുടെയെങ്കിലുമൊക്കെ കണ്ണീരിൽ ചവിട്ടി നിന്നുകൊണ്ട് നമ്മൾ ആഹ്ലാദിക്കുന്നുണ്ടെങ്കിൽ, ആരുടെയെങ്കിലുമൊക്കെ മനസ്സമാധാനം കളഞ്ഞുകൊണ്ട് നമ്മൾ നേട്ടങ്ങൾ കൊയ്യുന്നുണ്ടെങ്കിൽ, അത് മനുഷ്യരുടെ തന്നെ ആവണമെന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ പക്ഷിമൃഗാദികളുടേതായാലും വൃക്ഷലതാദികളുടേതായാലും ഏതിനെയും നമ്മൾ നശിപ്പിക്കുന്ന ഒരു നശീകരണ മനോഭാവത്തോടു കൂടെയാണ് പോകുന്നതെങ്കിൽ ശനീശ്വരൻ്റെ ശനിദശാകാലം എന്ന് പറയുന്നത് അതീവ കഠിനമായി. കാരണം രോഗദുരിതങ്ങൾ ഒഴിഞ്ഞിട്ടൊരു സമയമേ കാണത്തില്ല, എഴുന്നേറ്റ് നേരെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ചിലർ ചോദിക്കും, മുജ്ജന്മ പാപങ്ങളുമായിട്ട് വരുന്ന നമ്മൾ ഈ ജന്മത്തിൽ നല്ലത് ചെയ്താൽ എങ്ങനെയാണ് മാറ്റുക? മുജ്ജന്മ പാപങ്ങളുണ്ടെങ്കിൽ ആ ഏതൊരു പാപങ്ങളെയും ലഘൂകരിക്കുവാൻ വേണ്ടിയിട്ട് പ്രകൃതി മനുഷ്യന് നൽകുന്ന ഒരു അസുലഭാവസരമാണ് മനുഷ്യജന്മം എന്നാണ് വേദാന്തം, ഐതിഹ്യ പുരാണങ്ങൾ ഉദ്ഘോഷിക്കുന്നത്. മനുഷ്യജന്മത്തിൽ മാത്രമേ നമുക്ക് വാ തുറന്ന് പ്രാർത്ഥിക്കാൻ പറ്റൂ. മനുഷ്യജന്മത്തിൽ മാത്രമേ നമുക്ക് വഴിപാട് സമർപ്പണവും അതുപോലെ ഈശ്വര പ്രീതികരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. മറ്റൊരു ജന്മത്തിനും ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു മന്ത്രം ജപിക്കണമെങ്കിൽ മനുഷ്യനെ കൊണ്ടേ പറ്റും. പശുവോ ആടോ മറ്റുള്ള മൃഗങ്ങളോ ചിലപ്പോൾ മനസ്സിൽ ജപിച്ചാൽ പോലും അവർക്ക് സ്വരമായി പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ഇപ്പോൾ മനുഷ്യന്മോ എന്ന് പറയുന്നത് ഒരുപാട് പ്രത്യേകതകളോടുകൂടെ സൃഷ്ടിക്കപ്പെടുന്നതാണ്. കാരണം അതിൻ്റെ ഉദ്ദേശം തന്നെ അവൻ കുറച്ച് പാപങ്ങളുള്ളവനാണ്. ആ പാപങ്ങൾ മനുഷ്യജന്മത്തിൽ അവൻ തിരിച്ചറിഞ്ഞ് അതിനെയൊക്കെ ലഘൂകരിച്ചുകൊണ്ട് അവൻ പുണ്യവാനായി തീരട്ടെ എന്നുള്ളൊരു പ്രകൃതിയുടെ ഒരു ഇണക്കം. അപ്പം ഈ വസ്തുത അറിയാതെ മനുഷ്യനായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ ഈ മനുഷ്യനായിട്ട് ജനിപ്പിക്കുന്ന തന്നെ ഈ പ്രകൃതിയിലെ സകലത നമ്മുടെ സുഖത്തിനുമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണെന്നൊരു മിഥ്യാധാരണ പുലർത്തിക്കൊണ്ട് ഈശ്വരൻ നമുക്കിട്ടിരിക്കുന്നത് പോലുള്ള ജീവൻ പ്രപഞ്ചത്തിൽ പലതിനും കൊടുത്തിട്ടുണ്ട്. ഒരു വൃക്ഷം വളരുന്നതെല്ലാം ജീവനുള്ളതല്ലേ. ആ വൃക്ഷത്തെ ഒരു കാരണവുമില്ലാതെ വെട്ടി നശിപ്പിക്കുന്നതും പാപമാണ്. ഒരു പക്ഷി നമുക്ക് ഗുണം ദോഷമൊന്നും ഒന്നിനും വരാത്തതായിരിക്കും, അതിനെ അനാവശ്യമായിട്ട് ഹിംസിക്കുക, ഇതൊക്കെ പാപങ്ങളുടെ പട്ടിക. മറ്റൊരുത്തൻ താമസിക്കുന്ന വീടും സ്ഥലവും കൂടെ നമ്മൾ ഏതെങ്കിലും തന്ത്രം മെനഞ്ഞ് നമ്മുടെ കൈക്കലാക്കുക. മറ്റൊരുത്തൻ്റെ ഭാര്യ, അവനുമായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അവരെ നമ്മളിലേക്ക് ആകർഷിക്കുക. എന്നാൽ അവർക്ക് ജീവിതം കൊടുക്കുക ഇല്ല, കൊണ്ടുവന്ന് നമ്മളുടെ സുഖഭോഗാവസരങ്ങൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവരെ വീണ്ടും വലിച്ചെറിയുക. അപ്പോൾ ഇത്തരത്തിലുള്ള തിന്മയുടെ പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ശനിദശാകാലം കഠിനമായിരിക്കുന്നല്ല, കഠോരമായിരിക്കും. കാരണം ശനിക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉള്ളതായിട്ടാണ് ഐതിഹ്യങ്ങൾ പറയുന്നത്, പുരാണങ്ങൾ പറയുന്നത്. കർമ്മം നോക്കും, കർമ്മഫലം ഏറെക്കുറെ കുഴപ്പമില്ലെങ്കിൽ ശനിദശാകാലവും വലിയ കുഴപ്പമുണ്ടാകത്തില്ല. കർമ്മഫലം ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റാത്തതാണെങ്കിൽ ശനിദശാകാലത്തിൽ എന്തൊക്കെ പ്രാർത്ഥന നടത്തിയാലും വഴിപാട് നടത്തിയാലും ഒരു കുറവും ഉണ്ടാകത്തില്ല. ശനിദശാകാലത്തിലൂടെ പോകുന്ന ചിലർ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് അത് ചെയ്തു, എൻ്റെ മക്കൾക്ക് 10 ഏക്കർ ഭൂമി സ്വന്തമായിട്ട് ഉണ്ടാക്കിയത് ഞാൻ ചെയ്തു. തെറ്റാണോ? തെറ്റാണ്. നീ സൃഷ്ടിച്ച നിൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് 10 ഏക്കർ ഭൂമി നേടിയിടാൻ മറ്റൊരുത്തൻ്റെ കണ്ണുനീര് വീഴ്ത്തിയെങ്കിൽ അത് തെറ്റാണ്, പാപമാണ്. അതിലൊരു തർക്കവും വേണ്ട. നിൻ്റെ മക്കൾക്ക് സുഭിക്ഷമായിട്ട് ജീവിക്കാൻ വേണ്ടി നീ അധ്വാനിച്ചെന്തെങ്കിലും ഉണ്ടാക്കണം, അതൊരു തെറ്റും വരുന്നില്ല, ഒരു തെറ്റുമില്ല. നീ അധ്വാനിച്ചാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നീ 10 ഏക്കറ 100 ഏക്കറ 1000 ഏക്കറ എത്ര വേണമെങ്കിലും ഉണ്ടാക്കിയിട്ട് അതിലൊന്നും ഒരു പാപത്തിൻ്റെ കറയുമില്ല. പക്ഷെ മറ്റാരെങ്കിലും ചതിച്ചോ വഞ്ചിച്ചോ എന്തെങ്കിലും നേടുന്നെങ്കിൽ, അത് ഭൂമി മാത്രമല്ല ശാരീരികമായിട്ടുള്ള സുഖമങ്ങളാണ് നേടുന്നതെങ്കിൽ
അതും നിനക്ക് വിനയായി തന്നെ വരും. അല്ല, മറ്റൊരാളുടെ കണ്ണുനീരിൽ ചവിട്ടിയെന്നുകൊണ്ടാണ് നീ ആസ്വദിച്ചത്. ആ സുഖമെന്ന് പറയുന്നത് പരമമായിട്ടുള്ള ദുഃഖത്തിന് തുല്യമാണ്. അത് പിന്നീട് മനസ്സിലാകും എന്ന് നമ്മൾ പറയുന്നത് മനസ്സിലാക്കിക്കാൻ വരുന്ന ഒരു ഗ്രഹമായിട്ടാണ്, അല്ലെങ്കിൽ ഒരു ദശാനാഥനായിട്ടാണ് ശനീശ്വരനെ വിവക്ഷിക്കുന്നത്. നവഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ വ്യാഴം എന്ന് പറയാറുണ്ട്, ചൊവ്വ എന്ന് പറയാറുണ്ട്, ബുധൻ എന്ന് പറയാറുണ്ട്. ഈശ്വരൻ എന്ന് പറയുന്നൊരു വാക്ക് ചേർത്ത് പറയുന്ന ഒരേ ഒരു ആള് ശനീശ്വരൻ മാത്രമാണ്. അപ്പോൾ ഈശ്വരീയത്വ പദവി കൽപ്പിച്ച് കിട്ടിയിട്ടുള്ള അദ്ദേഹത്തിന് മുമ്പിൽ നമ്മൾ കൂടുതൽ ഷോ എന്ന് പറയുന്ന ഒരു കാര്യമില്ല. നല്ല നടപ്പിന് മര്യാദയ്ക്ക് പോകാതെ അദ്ദേഹത്തിൻ്റെ ദശാകാലമായതുകൊണ്ട് ഞാനൊന്ന് നന്നായതായിട്ടൊന്ന് ആക്ട് ചെയ്യാം എന്ന് പറഞ്ഞാൽ നമ്മളെക്കാളും വലിയ വക്രദൃഷ്ടിയുള്ള ആളാണ് പുള്ളി. നമ്മുടെ ആക്ഷൻ ആണെന്ന് പുള്ളിക്ക് മനസ്സിലായാൽ പുള്ളി അടിക്കാൻ ഓങ്ങി അവിടെ നിർത്തിയതായിരിക്കും. അപ്പോഴാണ് നമ്മൾ പറയുന്നത് ശനീശ്വരൻ ഒന്ന് പറ്റിക്കാം, കുറച്ച് കാലം നല്ലതുള്ള ചമഞ്ഞ് ആക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ആക്ഷനാണെന്ന് മനസ്സിലായാൽ അടിക്കാൻ ഓങ്ങി ആയതുകൊണ്ട് അദ്ദേഹം അടിച്ചിരിക്കും. ഇത് പുരാണങ്ങൾ പറയുന്നതാണ്. അപ്പം നമ്മൾ മറ്റുള്ളവരെ ബോധിപ്പിക്കാനോ ആരുടെയെങ്കിലും കണ്ണിൽ പൊടിയിടാനോ നന്നായതായിട്ട് നല്ല രീതിയിൽ പോകുന്നതായിട്ട് അഭിനയിക്കാതെ ആത്മാർത്ഥമായിട്ടുള്ള തിരിച്ചറിവുകളിലൂടെ മറ്റൊരു ജീവജാലങ്ങൾക്കും ദോഷം ചിന്തിക്കാതെ പ്രവർത്തിക്കാതെ വളരെ മാന്യനായിട്ട് വളരെ നല്ലവനായിട്ട് ജീവിക്കാൻ ശ്രമിച്ചാൽ ശീലിച്ചാൽ ശനിദശാകാലം എന്ന് പറയുന്നത് ഒരു വെല്ലുവിളി ആയിരിക്കില്ല. അതാണ് നമ്മൾ പ്രഥമ ദൃഷ്ട്യാ ലഘുവായ രീതിയിൽ ശനിദശാകാലത്തെക്കുറിച്ച് ഇവിടെ മനസ്സിലാക്കാൻ. നമ്മൾ ഇനിയിപ്പം ഭരണി, കാർത്തിക തുടങ്ങിയിട്ടുള്ള 27 നക്ഷത്രങ്ങളുടെയും ഓരോരോ ദശാകാലത്തെക്കുറിച്ചുള്ള വീഡിയോകൾ ഇതിൻ്റെ പുറകെ ചെയ്യുന്നുണ്ട്. ജ്യോതിഷ സംബന്ധമായിട്ട് ചില സംശയങ്ങളൊക്കെ ചിലർ നമ്മുടെ ചാനലിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിക്കാറുണ്ട്. അവിടെ മറുപടി പറയാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മളൊരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. 9288115644 എന്ന വാട്സപ്പ് നമ്പറിൽ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ സമയം പോലെ ഞങ്ങൾ മറുപടി നൽകാം. കാരണം നിങ്ങൾ ഇന്ന് മെസ്സേജ് ഇട്ടില്ല, ഇന്ന് തന്നെ മറുപടി നൽകാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. ഓരോരുത്തരുടെ ഓരോ തിരക്കുകളാണ്. സമയം പോലെ നോക്കിയിട്ട് മറുപടി നൽകുന്നതാണ്. ഇനിയിപ്പം നമ്മൾ മറ്റുള്ള നക്ഷത്രങ്ങളുടെ ഓരോരോ ദശാകാലവുമായിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ കണ്ടുമുട്ടാം.